മടത്തറ എത്തി. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. നമ്മൾ മടത്തറയിൽ നിന്ന് അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ ആദ്യം താഴെ ഇറങ്ങി കേട്ടോ. കിട്ടുന്ന ഗ്യാപ്പിൽ കുറച്ച് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. വൈശുക്കുട്ടി അവിടെ ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. മാമി ടാറ്റ കൊടുക്ക്, വൈശുക്കുട്ടിക്ക് ടാറ്റ കൊടുത്തേ. മോള് മാറിക്ക്, വണ്ടി വരുന്നു, മാറിക്ക്. അങ്ങനെ നമ്മളിത് ഇവിടുന്ന് ഇറങ്ങാണ്. ഇനി നമുക്ക് ചാത്തന്നൂര് പോകണം. അതിന് മുമ്പ് നമ്മുടെ ആ വീടിന്റെ അടുത്ത് തന്നെ ഒരു അമ്പലമാണിത്. ഒരു അയ്യപ്പന്റെ ക്ഷേത്രമാണ്. ഇവിടെ കാണിക്കിട്ടതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. സോ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇനി അച്ഛൻ പോയി കാണിക്കിട്ടിട്ട് വരും. എന്നിട്ടാണ് നമ്മൾ പോവുക. അപ്പൊ അച്ഛൻ കാണിക്കൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ. നമുക്കിനി കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ബേക്കറി ഐറ്റംസും ഒക്കെ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. സോ മടത്തറ ജംഗ്ഷനിൽ അറിയാവുന്ന ഷോപ്പ് ഉണ്ടെന്ന് ഇങ്ങനെ സിസ്റ്റർ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. ന്യൂ ഇഷ്യൂ എന്നാണ് കേട്ടോ ഈ ഷോപ്പിന്റെ പേര്. ആ സൈഡിലാണ്. നമുക്കിനി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. സോ നമ്മൾ വണ്ടിയും കൊണ്ട് തന്നെ അപ്പുറത്ത് ഇറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വന്നു. ഇനി വണ്ടി വിട്ടിട്ട് നമുക്ക് പോയിട്ട് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ ഒരു കടയിൽ ഇറങ്ങണം. പിന്നെ എന്താ പറയാ, ബേക്കറി ഐറ്റം വാങ്ങിക്കാൻ വേറെ കടയിൽ പോകണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഇപ്പൊ 2 ഐറ്റവും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 2 തവണ ഇറങ്ങുന്നത് ലാഭമായി. അമ്മ നല്ല ഫ്രൂട്ട്സ് ഒക്കെ നോക്കി എടുത്തു വെപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ കടയുടെ ഉൾവശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ കടയുടെ പേരോട് ചേരുന്ന കണക്കത്തുള്ള ആംബിയൻസ് ആയിരുന്നു. ഉള്ളില് ഫുള്ള് കണിക്കൊന്നൊക്കെ തൂക്കിയിട്ടിട്ട്. പിന്നെ മാമക്കുട്ടി ഇവിടെ ലോലിപോപ്പ് കൈ ഒപ്പിച്ചു കേട്ടോ. ആൾക്ക് പിന്നെ ലോലിപോപ്പ് കണ്ടാൽ കിട്ടിയേ പറ്റൂ. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി അത്യാവശ്യം വേണ്ടുന്ന ബേക്കറി ഐറ്റംസും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. ഓ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആ കടയിൽ നിന്നവരൊക്കെ ചോദിച്ചത് എന്താണെന്ന്. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇടാൻ വേണ്ടി ഒരു കൊച്ചു വ്ളോഗ് എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോ അവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അവർക്ക് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങളിതാ പിന്നെയും ചാത്തൂരിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. വിശപ്പിന് കഴിക്കുന്ന പുതിയ സാധനമാണ്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം. ഓടിന്ന് പറഞ്ഞോ? അങ്ങനെ നമ്മളൊരു നിലമേലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്നാണ് നമ്മൾ ചാത്തന്നൂരേക്ക് പോകുന്നത്. പിള്ളേരൊക്കെ അതാ പിന്നെയും ഉറങ്ങാനുള്ളൊരു മൂഡിലോട്ട് എത്തിയിട്ടുണ്ട്. വാവിക്കുട്ടിയും കാശിയും ഉറങ്ങി കേട്ടോ. കേശുക്കുട്ടിന് അവിടെ നിന്ന് കാഴ്ച വെക്കണ്ട അങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മളിത് ഫൈനലി ചാത്തന്നൂർ എത്തി. ആ വളവ് കഴിഞ്ഞാൽ കാണുന്നതാണ് എന്റെ വീട്. അങ്ങനെ വീട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതോ ആ വരുന്നതാണ് എന്റെ ബ്രദറ്. ആള് ഗേറ്റ് തുറക്കാൻ വരികയാണ് കേട്ടോ. ഹായ്. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് ഗൈസ് എന്റെ വീട്. അത് അവര് കാറ് അകത്തോട്ട് എടുക്കുന്നതേ ഉള്ളൂ. ഓക്കേ, ഇവിടെ ആരും ഇല്ലേ? എല്ലാരും ഇവിടെ പോയോ എന്തോ. ഇതാ ഓരോരുത്തരായിട്ട് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വരുന്നുണ്ട്. കേശുക്കുട്ടൻ ഉറങ്ങിയില്ല. കാശിതാ ഉറങ്ങി കിറങ്ങി എണീച്ച് വരുന്നുണ്ട്. മാവിമോള് വരുന്നുണ്ട്. ആള് നല്ല ഉറക്കായിരുന്നു. ഇപ്പൊ വീടെത്തിയപ്പോഴാണ് ഉണർന്നത്. ഹൈ ഹൈ. അയ്യോ, വാമി കേശുവിനെ എടുക്കാൻ നോക്കിയതാട്ടോ, നടന്നില്ല. നമുക്കിനി പതുക്കെ അകത്തേക്ക് കയറാം. കാശി കേശു ഒക്കെ കേറി കേട്ടോ അകത്ത്. ഇവിടെ ആരും ഇല്ലേ? എവിടെ പോയോ എന്തോ. ആന്റി വന്നിട്ടുണ്ട്. ഇതാണ് ഉഷ ആന്റി. ഇത് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആന്റിയാണ് കേട്ടോ. എല്ലാരും എവിടെ പോയോ നോക്കട്ടെ. നമുക്കൊന്ന് അടുക്കള വരെ പോയിട്ട് വരാം ഗൈസ്. അല്ലെങ്കിൽ ഇവിടെ വന്ന ആദ്യം ഞാൻ പോകുന്ന അടുക്കളയിലേക്കാണ്. അടുക്കളയൊക്കെ നല്ല കുളമായി കിടക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും പറഞ്ഞിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം നല്ല കുളമാക്കി ചളമാക്കി കിടപ്പുണ്ട്. ഇവിടാണ് നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇതാണ് മെയിൻ അടുക്കള, ഇതാണ് മെയിൻ കിച്ചൺ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കുക്കിംഗ് ഒക്കെ താഴെയാണ് ചെയ്യുന്നത്.